മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ്. വളരെ കുറച്ച് ചേരുവകൾ ചേർത്തിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാലോ ചോറിന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ച് കറിയാണിത്. അതിന് നമുക്ക് ഇതുപോലത്തെ ഒരു വെള്ളരിക്ക വേണം. പിന്നെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നന്നായി പഴുത്ത ഒരു തക്കാളി. എനിക്ക് കിട്ടിയ വെള്ളരിക്ക കുറച്ച് പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത വെള്ളരിക്കയാണ് ഇതിന് വേണ്ടത്. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. പച്ച നാളികേരമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അര കപ്പ് പാകത്തിന് പുളിയുള്ള തൈര് വേണം. തൈരോ മോരോ എന്തായാലും കുഴപ്പമില്ല. കൂടുതൽ പുളി വേണ്ട. നമുക്ക് അത്യാവശ്യത്തിന് പാകത്തിന് പുളി. പിന്നെ വേണ്ടത് നമുക്കിതുപോലെ ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ ഒരു 3-4 ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. തീരെ കുഞ്ഞായിട്ട് അരിയരുത്, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ എല്ലാതും തക്കാളിയും വെള്ളരിക്കയും സവാളയും ഒക്കെ അരിഞ്ഞെടുക്കണം. ഒരു 3 പച്ചമുളകും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, കീറിയിട്ടിട്ടൊന്നുമില്ല. എല്ലാം നമ്മൾ ഒന്നിച്ചിട്ടാണ് അടുപ്പത്ത് വെക്കേണ്ടത്. തക്കാളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് വെള്ളമാണ്. ഈ വെള്ളരിക്കയും തക്കാളിയും സവാളയൊക്കെ വെന്ത് കിട്ടാൻ മാത്രമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നീട് നമുക്കിതിലേക്കൊക്കെ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാകത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി തന്നെ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളമൊക്കെ ഇത് വെന്ത് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് അരച്ചെടുക്കാനുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. പിന്നെ ജീരകം ചേർത്ത് കൊടുത്തു. മുഴുവനായിട്ട് ഞാൻ ഇട്ടില്ല, പകുതി ഒരു അര ടീസ്പൂൺ ജീരകമാണ് ചേർത്തത്. എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി മുഴുവനായിട്ടും ചേർത്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഈ അരയ്ക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഷ്ണം ഇടയ്ക്കൊന്ന് വേവിക്കാൻ വെച്ചതൊന്ന് ഇളക്കി കൊടുക്കാം. പകുതി വെന്തിട്ടുണ്ട്. വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടില്ലേ വെള്ളമൊക്കെ ഒരു വിധം വറ്റി വന്നിട്ടുണ്ട്. കഷ്ണമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആണ് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അരച്ച് വെച്ചത് നമുക്ക് ചേർക്കാം. ആദ്യം നമ്മൾ നാളികേരം അരച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ നാളികേരം ചേർത്ത് കൊടുക്കാൻ. ഈ പച്ചയ്ക്ക് അരച്ചതുകൊണ്ട് നമുക്കിതൊന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട് നാളികേരം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. കൂടുതൽ വെട്ടി ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നാളികേരം ഒഴിച്ച ഉടനെ നമുക്കിത് ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടായി കിട്ടിയാലും മതി. ഇനി അതിൻ്റെ ശേഷം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം അടച്ച് വെച്ചിട്ട്. ഈ ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് നമുക്കതിലിരുന്നിട്ട് തന്നെ അത് നന്നായിട്ട് വെന്ത് കുറുകി കിട്ടും. ഇനി നമുക്ക് അടപ്പ് തുറന്ന ശേഷം തിളയൊക്കെ ശരിക്കും നന്നായിട്ട് വറ്റണം. വേറെ പാത്രത്തിലാണ് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതൊക്കെ വറ്റി കിട്ടും. ഈ ചട്ടിയിൽ വെച്ചതുകൊണ്ട് ചൂട് എപ്പോഴും നിൽക്കും. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തൈര് ഒഴിച്ച് കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും. വെള്ളമായിട്ടും ഇങ്ങനെ കഷ്ണമായിട്ടൊക്കെ ആയിട്ട് നിൽക്കും അത് തൈര് ഒഴിച്ചാൽ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് തണുത്ത ശേഷമാണ് അത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചെറിയ ചൂടുണ്ട്. നമ്മൾ ഈ ചട്ടിയിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചൂട്. ഉണ്ട് ഇതുപോലെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഗ്യാസിൽ നിന്ന് വാങ്ങി വെച്ച ശേഷം ഒഴിച്ച് കൊടുത്താലും കൂടി മതിയാവും. ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. ഇനി ഒട്ടും ഇത് തിളപ്പിക്കരുത്. ഗ്യാസിൽ നിന്ന് വാങ്ങി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെളിച്ചെണ്ണയിലാണ് കടുക് വറക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു 2 വറ്റൽമുളകും കൂടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് 2 or 3 വറ്റൽമുളക് ഇതിലേക്ക് മുറിച്ച് ചേർക്കാം. ഇത് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ അടുത്തുള്ള ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇനി വേണ്ടത് നമുക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. അതൊന്ന് മൂത്ത ശേഷം നമ്മുടെ കറി തയ്യാറാക്കിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളരിക്ക കറിയാണിത്. കൂടുതൽ നമുക്കിതിലേക്ക് ചേരുവകളൊന്നും വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കടുക് വറുത്ത് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. തൈരായാലും മോരായാലും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മോര് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. ലൈറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് ആദ്യം കണ്ടേക്കാളും കുറച്ച് ലൈറ്റ് കളറായിട്ട് തോന്നുന്നില്ലേ. നമ്മൾ വെളിച്ചത്തിൽ ഇതിൻ്റെ കളറ് കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. യഥാർത്ഥ കളർ ഇതാണ് ഇതിൻ്റെ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കണം. വെള്ളരിക്ക വെച്ചിട്ടുള്ള ഈ കറി നല്ല ടേസ്റ്റിയാണ് ചോറിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണം. അഭിപ്രായം പറഞ്ഞാലാണ് എനിക്ക് നിങ്ങളൊക്കെ ഇത് കണ്ടു എന്നുള്ളത് മനസ്സിലാവുന്നുള്ളൂ. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.